പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചൊരു വത്സല ടീച്ചറുണ്ട്. അപ്പോൾ ടീച്ചർ പിന്നെ വെറുതെ ഇങ്ങനെ പാട്ട് പഠിപ്പിച്ച സമയത്ത് പിന്നെ ഞാൻ അങ്ങനെയാണ് പാട്ട് പാടാൻ തുടങ്ങിയത്. അപ്പോൾ ടീച്ചർ എന്നെ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്. അതിൽ ഞാനിങ്ങനെ മീൻസ് പാട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പക്ഷെ അന്നേരം നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങനെ പാട്ട് പഠിക്കാനൊന്നും വിടുമൊന്നുമില്ല. കാരണം പറയും എന്തിനാ പഠിക്കുന്നത്, അതിൽ വലിയ ഫ്യൂച്ചറൊന്നുമില്ല. പക്ഷെ അന്നും ഇന്നും പാട്ട് പാടാൻ ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴല്ലോ പിന്നെ അതിൻ്റെ പിന്നെ സ്റ്റേജ് ഫിയർ ആകാൻ തുടങ്ങി. പിന്നെ അതേപോലെ എന്താ പറയുക, പിന്നെ എപ്പോഴല്ലോ മീൻസ് അത് നല്ലോണം പാടുന്ന ആൾക്കാർ പാടുന്ന സമയത്തോ നമ്മളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ പാടാൻ മടിയായി. വേണ്ടത്ര അപ്രിസിയേഷനും പിന്നെ സപ്പോർട്ടൊന്നും കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അങ്ങനെ പാട്ടൊന്ന് പിന്നെ ഇങ്ങനെ ആയി. പക്ഷെ ഇപ്പോൾ വിചാരിക്കുന്നത് നമ്മൾ എന്തിനാ ഇങ്ങനെ, നമുക്കൊരു കഴിവുണ്ടാകുമ്പോൾ അതിങ്ങനെ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് നമ്മളും എൻ്റെ മൂക്ക് പാടിക്കൊടുക്കാമെങ്കിലും ഞാനിപ്പോൾ അങ്ങനെയാണ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തത്, താരാട്ട് പാടിയിട്ടൊക്കെ. അപ്പോൾ എൻ്റെ വത്സല ടീച്ചർ അന്നേരം പഠിപ്പിച്ചു തന്നിട്ട് ഞാൻ കുറേ സ്റ്റേജസിൽ പാടിയിട്ട് എനിക്ക് പ്രൈസ് കിട്ടിയൊരു പാട്ടുണ്ട്. ഒരു കവിതയാണ്, എന്താ അതിൻ്റെ പേര്, ഗോതമ്പ്, ONV കുറുപ്പിൻ്റെ ഇത്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു, ഗോതമ്പ് കതിരിൻ്റെ നിറമാണ്, പേടിച്ച പേടമാൻ മിഴിയാണ്, കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മെയ്യിൽ അലങ്കാരമൊന്നുമില്ല, നീ എന്നും നീയാണ് ഗോതമ്പ് പാടത്ത് നീർ പെയ്ത് പോകും മുകിലാണ്, ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് ഗോതമ്പ് പാടത്ത് നീർ പെയ്ത് പോകും മുകിലാണ്. ഇത് എത്രയോ കൊല്ലം മുന്നേ പാടിയ പാട്ടാണ്, പക്ഷെ ഇപ്പോഴും എൻ്റെ മൈൻഡ്